ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1.5 വർഷത്തിന് മേളിലായി ഒരു ലെങ്തി വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ട്. കാരണം എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. ഞാൻ ചിലപ്പോൾ ഒരു 2 months കണ്ടിന്യൂസ് വീഡിയോ ഇടുമായിരിക്കും. പിന്നെ അതും ഷോർട്സാണ് പിന്നെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇടും, പിന്നെ ഞാനത് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സാഹചര്യം കൊണ്ട് നിർത്തേണ്ട വരും. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിൽ തിരക്ക്, അല്ലെങ്കിൽ എൻ്റെ ടൈമിങ് ഒക്കെ മാറുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പം ചില ദിവസങ്ങളിൽ ഞാനിടും, ചില ദിവസങ്ങളിലിടില്ല. നമുക്കറിയാമല്ലോ, യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റീച്ചൊക്കെ കിട്ടത്തുള്ളൂ എന്ന് അറിയാമെങ്കിലും പക്ഷേ എനിക്കതിനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒരു ലെങ്തി വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പം ദുബായിൽ എത്തിയിട്ടിപ്പോൾ ഒരു 4 days ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്മിങ് സൺഡേ ഞങ്ങൾ തിരിച്ച് സൗദിയിലേക്ക് പോകും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് വർക്കില്ലാത്തത് കൊണ്ട് കുറച്ചധികം കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കാളും മുന്നേ അച്ചൂട്ടൻ എണീക്ക് വാ പോവാ. അവൻ്റെ വിചാരം എന്താണ്ടോ പാർക്കിലേക്ക് പോവാമെന്നാണ് കേട്ടോ. ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു സൗദിയിൽ നിന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാർക്കിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയാണ്ടോ പോകുക എന്നുള്ള ധാരണയിൽ മൂപ്പര് രാവിലെ തന്നെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, നല്ല ഉഷാറായിട്ട് ഗുഡ് ബോയ് ആയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം അച്ചൂട്ടന് സൗദിയിൽ നിൽക്കണോ ദുബായിൽ നിൽക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ നിൽക്കണം എന്നാണ് കേട്ടോ ഇപ്പോൾ പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ, സ്കൂളിൽ പോകണ്ട, ഹോംവർക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് ആൾ നല്ല ഹാപ്പിയാണ്. അപ്പം ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് ദുബായിൽ തന്നെ നിൽക്കാം, നമുക്ക് തിരിച്ച് സൗദിയിലേക്ക് പോകണ്ട, അച്ചൂട്ടന് സ്കൂളിൽ പോകണ്ടല്ലോ, ഇവിടെ നിൽക്കാം, അച്ചൂട്ടന് കാർട്ടൂൺ കാണാമെന്നൊക്കെ പറയും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങും, പക്ഷേ നമ്മൾ എവിടെ എത്താറില്ല. കാരണം നമുക്കിവിടെ പരിചയമല്ലോ. വഴിയൊക്കെ തെറ്റി അവസാനം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വരാറാണ് പതിവ്. പക്ഷെ ഇന്ന് എവിടെ എത്തുമെന്ന് അറിയില്ല. നമ്മൾ ആക്ച്വലി ദുബായ് ഫ്രെയിം, ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഒക്കെ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്താകുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ റേഡിയോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദുബായ് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ റേഡിയോയിൽ സോങ്സൊക്കെ കുറേ ആയിട്ട് കേൾക്കണത്. സൗദിയിൽ അങ്ങനെ ഒരു സംഭവമേ ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. ഉണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ റേഡിയോ അല്ല, നമ്മൾ യൂട്യൂബൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പാട്ട് കേൾക്കല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു പണ്ടത്തെ ആ ഒരു ഓർമ്മയൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഇറങ്ങിയ വഴിക്ക് തന്നെ അച്ചൂട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റടാ അതിൻ്റെ മുന്നിലൊന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൂട്ടി സോപ്പിട്ട് കൊണ്ടുപോവാണ്. അവസാനം പകുതി വഴിക്ക് വെച്ച് അച്ചൂടൻ തിരിഞ്ഞോടി. പിന്നെ അവസാനം അവൻ്റെ കൂടെ ഞാനും ഓടേണ്ട വന്നു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, കാലൊക്കെ പൊള്ളിപ്പോവാ. ഞാനാണെങ്കിൽ ഷൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോന്നു. അച്ചൂടിന് ഭയങ്കര ചൂടായിട്ട് ഭയങ്കര വഴുക്ക്. അപ്പം ഇത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഇറങ്ങിയതാണ്. നല്ല ചൂടാണ്, എന്നാലും പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്താ പറയുക, ഉള്ളിൽ കുഴപ്പമില്ല, പക്ഷേ പുറമേക്ക് അങ്ങോട്ടേക്ക് കയറി അവിടെ എത്താൻ പോലും അച്ചൂട് സമ്മതിക്കില്ല. അത്രയും ചൂടും വെയിലും, ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്തൊരു ട്രാഫിക്കിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഇനിയിപ്പോൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിക്കിലോ അല്ലെങ്കിൽ വിങ്സ് ഓഫ് മെക്സിക്കോ അവിടെ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. ചിലപ്പം പോവും, ഇല്ലെങ്കിൽ പോവില്ല. എന്തായാലും നോക്കാം നമുക്ക്. പക്ഷേ നമുക്ക് ഇന്ന് വഴിയൊന്നും തെറ്റാണ്ട് കറക്റ്റായിട്ട് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ അവിടെ തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം പോകുന്നത് ആ മെട്രോയിൻ്റെ സൈഡിൽ കൂടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് ആ ഫ്രണ്ടിൽ തന്നെ പാർക്കിങ് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയ വഴിക്ക് തന്നെ അച്ചൂട്ടിന് ചൂടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. അന്ന് ആ കോട്ട് ഊരെന്ന് പറഞ്ഞിട്ട് അവനിട്ട് ഊരുന്നുമില്ല. അപ്പോൾ വരാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പട്ടി റോബോട്ടുണ്ട് അച്ചു അവിടെ, നല്ല ചാടിക്കളിക്കണ പട്ടി റോബോട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറിലും നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞങ്ങളവിടെ നിന്നപ്പോൾ ആണ് കേട്ടോ പിന്നെ കുറച്ച് പേര് അവിടെ കോഫി ഓർഡർ ചെയ്തിട്ട്, കോഫി ഓർ ടീ എനിക്കറിയില്ല എന്താണ്ടോ ഓർഡർ ചെയ്തപ്പം റോബോട്ട് അതുണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ പോയി നോക്കിക്കണ്ടിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ക്ലാസ്സിൽ അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് തൊട്ട് മുന്നിൽ ഏതോ ഒരു ചേച്ചി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോണിൽ ഞാൻ സൂം ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്
ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കോഫി മേക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മെല്ലെ വിട്ടു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് റോബോട്ടിനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഈ ഒരു ഫിഷ് റോബോട്ട് വന്നത്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം കണ്ടാണ് ഈ പിന്നെ ഡോഗിനെ പോലെ ഇരിക്കുന്ന ഒരു റോബോട്ട് വരാറ് പോലും. അപ്പോൾ അത് വന്നിട്ട് ഞങ്ങൾ വന്ന അന്ന് സെക്കൻഡ് ഡേ എങ്ങാണ്ട് ആയതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇനിയിപ്പോൾ അത് വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് വേറെ വഴിയൊന്നും തെറ്റാണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്തൊരു സമാധാനം എന്നറിയോ. പുറത്തിറങ്ങാൻ നമുക്ക് ഡേ ടൈമിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതാ വന്ന പാടെ തന്നെ ഞങ്ങൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതും ഫുഡ് എത്തിയതൊക്കെ ഒരേ ടൈമിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഉറക്കമായിരുന്നു കേട്ടോ. ആ ഉറക്കം ഞങ്ങൾ എണീറ്റത് ഏകദേശം എനിക്ക് തോന്നുന്നത് 7:30, 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കാണ്. അപ്പം പിന്നെ രാത്രിത്തെ ഫുഡ് ഇതാ ഞങ്ങൾ ചാർക്കോളാണ്. പെപ്പർ ചാർക്കോളായിരുന്നു എനിക്കും ചേട്ടന് ഇഷ്ടം. പക്ഷേ അച്ചുവിന് എരിവുള്ളത് കൊണ്ട് ഞങ്ങൾ നോർമൽ ചാർക്കോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാ നമ്മൾ ഡേ ടൈമിൽ കണ്ട പോലെ അല്ല കേട്ടോ നൈറ്റിൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ഫുൾ എന്താ പറയുക അറബിക്കിൽ എഴുതിയ ലെറ്റേഴ്സാണ്. അപ്പോൾ അതിൽ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ദുബായിലുള്ളവർക്ക് സ്ഥിരം കണ്ട് എന്താ പറയുക അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ ആയിരുന്നപ്പോൾ എനിക്കങ്ങനെയായിരുന്നു. അങ്ങനെയാണല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഡെയിലി ഇതിൻ്റെ മുന്നിൽ കൂടെ ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്കങ്ങനെ വലിയ ഒരു ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാർജ വരെ ഒന്ന് പോയി അവരൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് ഇതാ ഇപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.